ഫാമിലിയായിട്ട് ഇപ്പോൾ നമുക്ക് കുറേ മൂവീസ് എടുക്കാം. ഇന്ത്യൻ 2 ആയാലും ഗംഗു ആയാലും ഇപ്പോൾ പുഷ്പ ആയാലും. മലയാളികൾ കൂടുതലായിട്ട് എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു ഫിലിമാണ് എമ്പുരാൻ. സാർ എത്രത്തോളം എക്സൈറ്റഡ് ആണ് എമ്പുരാനിൽ? പണ്ട് 90s കിഡ്സിൻ്റെ ഒക്കെ വേറെ ലെവൽ സാധനമായിരുന്നു. ഇപ്പോൾ അതേപോലത്തെ സാധനമൊക്കെ വന്നാൽ ചെയ്യാൻ സാധിക്കുമോ? എനിക്ക് തോന്നുന്നു ആരും ഒരുപാട് പേർക്ക് അതിൽ മാക്സിമം എങ്ങനെ വൾഗറാക്കി കാണിക്കാൻ പറ്റുമോ എന്ന് അത് മാത്രം എടുത്ത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയില് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ എത്തിയ മാധ്യമ സുഹൃത്തുക്കൾ, ഒപ്പം നമ്മുടെ സിനിമ ഇഷ്ടപ്പെട്ട സിനിമയെ പഠിക്കുന്ന കുറച്ച് പേരെയും ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കുള്ള സിനിമയെ കുറിച്ച് നമ്മൾ പ്രിയപ്പെട്ടവരോട് ചോദിക്കാനുള്ള സമയമാണ്. ഓവർ ടു യു. രാജ്ബി, കുറേ ഈ പറഞ്ഞ ഈസ്റ്റ് യൂറോപ്യൻ ത്രില്ലേഴ്സ് ഉണ്ടല്ലോ, സ്കിൻ ഐ വിൻ, ഇപ്പോൾ വേറെ ഇന്റർനാഷണൽ പാനിക് റൂം, ഗെയിം, ഗിഫ്റ്റ്. അപ്പം ഇതിനൊക്കെ ഈ പറഞ്ഞ ഒരു കൺഫൈൻഡ് സ്പേസിൽ നടക്കുന്ന ടോർച്ചറും സൈക്കോ തരവും അതൊക്കെയുണ്ട്. അപ്പം അതിൻ്റെ ഒരു കൈൻഡ് ഓഫ് മലയാളം വേർഷനാണ് ഒരു ഇതിലും. ഒരിക്കലല്ല, നിങ്ങൾ കാണുന്ന ചിലപ്പോൾ ടീച്ചറിൽ കണ്ട ചില കട്ട്സിനെ വെച്ചിട്ടായിരിക്കും പറയുന്നത്. ഇതൊരു ഹ്യൂമൻ ഇമോഷൻസിന്റെ ട്രാവൽ എന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും. അതിൻ്റെ അകത്ത് ഈ പറയുന്ന എന്താ പറയുക, ഗ്രീഡി, ഗിൽറ്റ്, വയലൻസ്, ഇതൊക്കെ മിക്സഡ് ഓഫ് ഹ്യൂമൻ ഇമോഷൻസ്. അതിൽ എന്തൊക്കെ വരും അതൊക്കെ രുദ്രത്തിൽ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു ഇന്നൊരു മോഡൽ അല്ലെങ്കിൽ ഇന്നൊരു സിനിമ അല്ലെങ്കിൽ ഇന്നൊരു നമ്മുടെ മുമ്പിൽ കണ്ടൊരു മാതൃകയെ നമ്മൾ ഡയറക്റ്റ് അഡാപ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. നമുക്ക് പുതിയ കാഴ്ച ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മളിതൊരു പറയാത്തൊരു സ്പേസിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള പല സിനിമകളും വായിച്ച പുസ്തകങ്ങളും ഇവിടെ ഒന്നും പുതിയതായിട്ടില്ല. ഇതൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ അറിയാതെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ മനഃപൂർവ്വം അങ്ങനെ ഒന്നും നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ള സിനിമകളൊക്കെ പറയുന്നത്. Rajbi, right from Garudagamana, you were part of some violent scenes. You were present as a character. Garudagamana എടുത്തൊക്കെയാലും രൂപാന്തരം എടുത്തൊക്കെയാലും ടർബോ എടുത്തൊക്കെയാലും ഇതിലും നമ്മുടെ ടീച്ചറിലൊക്കെ വയലന്റ് സീൻസ്, എസ്പെഷ്യലി പല്ലിലൊക്കെ ബ്ലഡ് ഉള്ള സീൻസ്. സോ ഡസ് ഇറ്റ് ഫീൽ റിപ്പിറ്റേറ്റീവ്? ആക്ച്വലി ഞാൻ സ്വാതി മുത്തിനെ മലയാളം ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ലേ, ഞാൻ വയലന്റ് കണ്ട ചെയ്താൽ മാത്രമേ കാണൂ. ആക്ച്വലി ദാറ്റ് ഇസ് നോട്ട് ദ തിങ്. ആഫ്റ്റർ ഗരുഡഗമന ചില ക്യാരക്ടറുകൾ അങ്ങനെ കിട്ടി, അങ്ങനെ ചെയ്തിട്ടുണ്ട്. നോർമലി ഏത് പടങ്ങൾ ആക്ച്വലി സക്സസ്ഫുൾ ആവും അതിൻ്റെ ക്യാരക്ടേഴ്സ് കുറച്ചും കൂടി ഡിസ്കസ് ആവും. ഐ തിങ്ക് മേ ബി ഇഫ് സ്വാതി മുത്തിന മലയാളം വാസ് കമേഴ്ഷ്യലി ദാറ്റ് സക്സസ്ഫുൾ, ദാറ്റ് ക്യാരക്ടർ വുഡ് ഹാവ് ബീൻ ഡിസ്കസ്ഡ്. അങ്ങനെ മാത്രമേ ഉള്ളൂ. ഇതിൽ നെക്സ്റ്റ് എൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് തന്നെ ഞാൻ ഒരു കോമഡി ഫിലിമിൽ ഒരു ക്യാമിയോ റോൾ ചെയ്യും. കോമഡി എനിക്ക് ഫസ്റ്റ് ഫിലിം കോമഡി തന്നെ ഞാൻ ചെയ്തത്. I enjoy everything. So I was comedy was very monotonous for me for certain amount of time. Right now I feel like, the intense character is becoming a little monotonous. Let me try. Let me see in future. ഈ ഗ്രേ ഷെയ്ഡ്സ് അല്ലേ വരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ, ഇത് അതിന് ഇൻപുട്സ് രാജ്ബിയുടെ ഭാഗത്തുണ്ടാവോ? എനിക്ക് പ്യുവർ വൈറ്റോ പ്യുവർ ബ്ലാക്കോ വേണ്ട, ഇത് കുറച്ച് ഗ്രേ കൂടി. എനിക്ക് തോന്നുന്നു ടെർബോയിൽ ഉൾപ്പെടെ എന്തുകൊണ്ട് ആ ക്യാരക്ടർ അങ്ങനെ എന്നുള്ളൊരു പ്രീക്വൽ കുറച്ച് സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രേ ആക്കാൻ വേണ്ടിയിട്ടുള്ള, അത് വൈറ്റും അല്ല ബ്ലാക്കും അല്ല, നല്ലതല്ല ചെയ്തില്ല, രണ്ടിന് മിക്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് പലപ്പോഴും രാജ്ബിയുടെ ഭാഗത്താണ് ഉണ്ടാകുന്നത്. ഇല്ല, നോർമലി സ്ക്രിപ്റ്റ് വരുമ്പോൾ അങ്ങനത്തെ സ്ക്രിപ്റ്റ് വരും. ഇപ്പോൾ ഗരുഡഗമന പടം കണ്ടിട്ട് അവർക്ക് എൻ്റെ റൈറ്റിംഗ് സെൻസിബിലിറ്റി അറിയൂലേ, അങ്ങനത്തെ ടെക്നീഷ്യൻസ് ഞാൻ അട്രാക്ട് ചെയ്യും ഫോർച്ചുനേറ്റ്ലി. അപ്പോൾ ഇവർ വരുമ്പോഴും ഞാൻ കറക്ഷൻ ഒന്നും ചെയ്തില്ല, അവരെ അങ്ങനത്തെ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തു. ദാറ്റ്സ് ദ റീസൺ ഐ ഗോട്ട് അട്രാക്റ്റഡ്. അപ്പോൾ എനിക്കും ഓക്കെ, ഐ റിയലി റിലേറ്റ് വിത്ത് ദ ക്യാരക്ടർ ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് നെഗറ്റീവ്, നോട്ട് പോസിറ്റീവ്. ഹി ഹാസ് ഗുഡ് സൈഡ്, ഹി ഹാസ് darker side, just like me. So I think that's the reason. ഞാൻ അങ്ങനെ കറക്ഷൻ ചെയ്യില്ല. Normally if somebody creates a very positive character or very negative character, I tell that like maybe it is not for me because it is not looking real for me. അങ്ങനെ ഈ മാത്യുവിലായിരിക്കും ഫസ്റ്റ് ടൈം ട്രിംഡ് ബിയർഡ്, സഫിസ്റ്റിക്കേറ്റഡ് ക്ലോത്ത്സ്, അങ്ങനെ ഒരു കുറച്ച്
ഞാൻ എന്നോട് അത് ചോദിച്ചു അത് ലുക്ക് എനിക്ക് ഓക്കെ ബട്ട് ഹി വാസ് വെരി കൺവിൻസ്ഡ് ഇങ്ങനെ നമുക്ക് ചെയ്താൽ നന്നായിട്ട് ലുക്ക് കിട്ടും. ഓക്കെ എന്തായാലും ചെയ്യാം, വാട്ട് എവർ യു വോണ്ട് ഫോർ ദ ഫിലിം യു ക്യാൻ ഡു. ബട്ട് ഞാൻ അങ്ങനത്തെ ആളല്ല, ട്രെൻഡ് ബിയർ പിന്നെ അങ്ങനെ അത് ക്യാരി ചെയ്യാൻ എനിക്ക് അറിയില്ല. പക്ഷെ ഡയറക്ടർ ഡിസൈഡ് ചെയ്തു ഓക്കെ ഈ ക്യാരക്ടർക്ക് ഇത് വേണം. സോ വാട്ട് എവർ ദ ക്യാരക്ടർ നീഡ്സ് ഐ ഡിഡ്. ഇൻ ദ ഫസ്റ്റ് ഫിലിം ഐ ഹാഡ് ഡൺ ഇറ്റ് ബട്ട് ഇറ്റ്സ് എ കോമഡി. എനിക്കിങ്ങനെ ഓക്കെ അവൻ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കാണുമ്പോഴൊക്കെ ഈ ലുക്ക് ഫിറ്റ് ആവാം. ബട്ട് ഡയറക്ടർ വാസ് വെരി കൺവിൻസ്ഡ് ദിസ് ഇസ് വാട്ട് ഐ വാണ്ട്. വാട്ട് എവർ ദ ഫിലിം വാണ്ട്സ് വി നീഡ് ടു ഡു ഇറ്റ്. ആൻഡ് നൗ വെൻ ഐ ലുക്ക് അറ്റ് ദ റിസൾട്ട് ഐ ആം ഹാപ്പി അബൌട്ട്. Does clothes help you for getting into the skin of the character? Definitely. അതെന്താ വെച്ചാൽ നമുക്ക് അവൻ്റെ ഇപ്പോൾ ഷൂ ഇല്ലെങ്കിൽ ചപ്പൽ ഇല്ലെങ്കിൽ അവൻ്റെ attires normally adds to the personality, sophistication, movement and attitude of the character. അപ്പോൾ കുറച്ച് ടൈം വേണം നമുക്ക് ആ കോസ്റ്റ്യൂമിൽ നമുക്ക് കുറച്ച് ടൈം നടന്നാൽ നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ നമുക്ക് അവരുടെ ക്യാരക്ടറുടെ സൈക്കോളജി വാക്കിംഗ് സ്റ്റൈൽ എല്ലാം മനസ്സിലാവും. Definitely costume ഇല്ലെങ്കിൽ properties are very important part of the character. Hello, good morning. എനിക്ക് ചോദിക്കാനുള്ള ഐ ബിലീവ് ദിസ് വാസ് ടെക്നിക്കലി യുവർ ഫസ്റ്റ് ഡെബ്യൂ മൂവി മലയാളം. അപ്പം ആദ്യമായിട്ട് ഈ പ്രോജക്റ്റ് വന്നപ്പോഴും ഇത് ഏറ്റെടുത്തപ്പോഴും ലൈക്ക് യു മസ്റ്റ് ഹാവ് ഫെൽറ്റ് എ പ്രഷർ, ലൈക്ക് പുതിയൊരു ഇൻഡസ്ട്രിയിലോട്ട് പുതിയൊരു ലാംഗ്വേജ് ആ സമയത്ത്. സോ ലൈക്ക് ആ പ്രഷർ ഉണ്ടായിരുന്നു. ലൈക്ക് ഹൗ ഡിഡ് യു ഡീൽ വിത്ത് ഇറ്റ്? ലൈക്ക് I didn't feel the pressure, but I was like, okay, are they casting me? Okay. I got inspired from Malayalam cinemas a lot. And the favorite industry in the role kitti. Okay, that was very overwhelming. I was very happy about it. But I need to give the very best. One pressure പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജിന്റെ പ്രഷർ ഉണ്ടായി. എന്താ വെച്ചാൽ എനിക്ക് കന്നഡത്തിൻ്റെ ഫ്ലുവൻസി ഇവിടെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ലാംഗ്വേജ് പഠിച്ചു. So not only dialogues, I was speaking with all the technicians in as much Malayalam as possible because I am fortunately the character had a side which needed Malayalam like me, so that was very beneficial. So moment that happened, the pressure was about the language rather than the industry. See, when we act with the character, we don't think how will this industry accept. It's a film, it's a character. The character preparation has a little more pressure, language, body language, for her stunts or like for me stunts, those kind of pressure, rather than how would the people assume. We don't know. Like we did something which we like, people accept it, and that's the reason we are here. I don't think I take that much pressure about that. ഇതുവരെ കാണാത്ത കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ മൂവിയിൽ കാണാത്ത കാര്യങ്ങൾ എക്സ്പീരിയൻസ് പറയാം. മെയിനായിട്ട് സ്റ്റണ്ട് കുറച്ച് ചെയ്യുന്നുണ്ട് ഇതിൽ. ചേതൻ മാസ്റ്ററാണ് ഇത് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത്, സ്റ്റണ്ട് കൊറിയോഗ്രാഫി. മാസ്റ്ററായിട്ട് നേരത്തെ ധൂമത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ നമ്മൾ വിളിച്ചിട്ട് ഇതിലേക്ക് വരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. അത് ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഒരു സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്യുക, അത് വർക്കൗട്ട് ചെയ്ത് എടുക്കുക. ബിക്കോസ് ഞാൻ വളരെ പുതിയതാണ് ഈ ഒരു കാര്യത്തിലേക്ക്. ഞാൻ മുമ്പത്തെ ഒരു പടത്തിലും സ്റ്റണ്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പം ചെയ്യുമ്പം ഒബ്വിയസ്ലി ആ ടെൻഷൻ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ആ സെറ്റിൽ ഇപ്പോൾ രാജ് സാർ ആണെങ്കിലും ഞാനാണെങ്കിലും ചേതൻ മാസ്റ്റർ ആണെങ്കിലും ജിഷോ ചേട്ടൻ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് നമ്മളൊരു അല്ലെങ്കിൽ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്യുന്നത്. അത് ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സായിരുന്നു. അവരുടെ അസിസ്റ്റൻസ് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് തോന്നിയില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ചെയ്തു വന്നപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് സിനിമ വരുമ്പോൾ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. ചെയ്യണം എന്ന് ആഗ്രഹമാണ്, എനിക്കിഷ്ടമാണ്. ഞാനിപ്പോൾ ആക്ഷൻ മൂവീസും എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു നല്ലോണം. പിന്നെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ടെൻഷനൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. നോർമൽ ബോഡി ടൈപ്പാണ് സാധാരണ ഒരു ലേഡി.
ആ ഫിസിക്ക് വെച്ചിട്ട് This was never an action movie, first of all. അപ്പം അങ്ങനെ ഇപ്പം ഞാൻ അങ്ങനെ ഒരു ആക്ഷൻ മൂവിക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് മേക്സ് സെൻസ് ടു ബീറ്റ് ട്രിം ആൻഡ് എന്താ പറയുക വർക്ക്ഔട്ട് ചെയ്ത് ഭയങ്കര ഇതങ്ങനെയല്ല. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് സാഹചര്യത്തിൽ ചെയ്യേണ്ടി വരുന്ന കുറച്ച് സ്റ്റണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി വർ നോട്ട് വെരി ബോതേർഡ് അബൌട്ട് ഹൗ ഐ ലുക്ക്ഡ് ഇൻ ദ ഫിലിം. ബിക്കോസ് ഇഫ് ദാറ്റ് വാസ് കോൺസെൻട്രേറ്റ് അതിൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേർപ്പസ് കംപ്ലീറ്റ്ലി പോകും സിനിമയുടെ. നമ്മൾ സിനിമയിൽ പറയുന്നത് നമ്മളൊരു ആക്ഷൻ മൂവിയാണോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടാണ് ഈ സിനിമ ചെയ്യുന്നതെന്നല്ല. നമ്മുടെ സിനിമയുടെ ഉദ്ദേശമേ വേറെയാണ്. ടോക്സ് എ ലോട്ട് അബൌട്ട് ഇമോഷൻസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ആക്ഷൻ ഫിലിമാണ് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു നമുക്ക് അങ്ങനെ ഒരു പ്രോസസ്സിലേക്കാണ് നേരത്തെ പറഞ്ഞ മാതിരി പോകേണ്ടത്. ഇത് അങ്ങനത്തെ ഒരു വളരെ സാധാരണമായിട്ടുള്ളൊരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയുടെ ഒരു സ്റ്റോറിയാണ്. അപ്പം അതിൽ വി ഡിഡ് കോൺസെൻട്രേറ്റ് എ ലോട്ട് ഓൺ ഹൗ ഐ ലുക്ക്ഡ് ഓർ ഫിസിക്കിൻ്റെ കാര്യത്തിൽ ആയിരുന്നില്ല കോൺസെൻട്രേഷൻ വേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആണ് ഇറ്റ് ലുക്സ് വെരി നോർമൽ. ശരിക്കും പറയുകയാണെങ്കിൽ വളരെ നോർമലായിട്ടുള്ള ഒരു ലേഡി ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക. അപ്പം ആ റിയാക്ട് ചെയ്യുന്നതിന് നമ്മൾ മുമ്പേ പ്രിപ്പയർഡ് ഇരിക്കുന്ന കാര്യമില്ല. ഓക്കെ ആയിരുന്നു, എനിക്ക് കൺവിൻസ്ഡ് ആയി. അതല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഫോക്കസ് ചെയ്ത് ഓരോ ബ്ലോക്കൊക്കെ വെച്ച് അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഈ സിറ്റുവേഷൻ വരും. അങ്ങനെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ചെയ്യുന്ന ഫൈറ്റ് സീക്വൻസസ് ഒന്നുമല്ല. നമ്മൾ ഓരോ ആക്ഷൻ്റെ അടുത്തും ഓരോ ആക്ഷൻസും മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്. അപ്പം ഇപ്പം എനിക്കൊരു സിറ്റുവേഷൻ വരുന്നു, ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യാം, ഞാൻ എൻ്റെ ബോഡി വെച്ചിട്ട് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. അപ്പം അത്രേ ഉള്ളൂ. അത് കൺവിൻസ്ഡ് ആണ് ആ ക്യാരക്ടർ. രാജീവ് സാർ ഒരു നവകഥ സംവിധായകൻ എന്ന രീതിയിൽ ഇത്തരമൊരു ജേണറുമായിട്ട് വരുമ്പോൾ സാറിന് മുമ്പിലുണ്ടായിരുന്ന പ്രതിസന്ധികൾ എന്തായിരുന്നു പറയാമോ? ആദ്യത്തെ പ്രതിസന്ധി ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യാം. അതാണ് ആദ്യത്തെ പ്രതിസന്ധി. അത് ഏതൊരു ഡെബ്യൂ ഡയറക്ടർ വൺസ് പ്രൊഡ്യൂസർ നമ്മുടെ കൂടെ നിൽക്കുന്നു, അതിനുശേഷം ആ വിഷന് വേണ്ട ഫേസുകൾ നമ്മൾ വരുന്നു. അപ്പം എനിക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടിയത് അബർഡിങ് ആവശ്യം. അതുപോലെ തന്നെ പണം ഞാൻ വിചാരിച്ച പോലെ ആയി എന്നുള്ളത് തോന്നും. പിന്നെ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ടെക്നിക്കൽ ക്രൂ എന്നുള്ളതിനപ്പുറം അവർ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സുഖമായിട്ടുള്ളൊരു കാര്യം. അപ്പം ഈ ടെക്നീഷ്യൻസ് ഒക്കെ എൻ്റെ വെറും ടെക്നീഷ്യൻസ് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ഇതിൻ്റെ ക്യാമറമാൻ, എഡിറ്റർ, ഇപ്പം ചീഫ്, അതുപോലെ തന്നെ എൻ്റെ VFX സൂപ്പർ, ഇവിടെ ഞങ്ങളൊക്കെ കുറച്ചധികം ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഇതിന് മുമ്പേ ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഭയങ്കര സുഖമുള്ള പ്രോസസ്സായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം രാജസാറിനൊക്കെയായാലും നമ്മൾ പറയുന്നത് എന്താണെന്നുള്ളത് രണ്ടുപേർക്കും കിട്ടും. രാജസാർ ഒരിക്കലും ഞാൻ കുറച്ച് പണം ഡയറക്റ്റ് ചെയ്ത ആളാണ്, ഇവനൊന്ന് ഹൈജാക്ക് ചെയ്ത ആളായിരുന്നു, അങ്ങനൊന്നുമില്ല. പുള്ളിയുടേതായ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയും, നമുക്ക് ആവശ്യമില്ലെങ്കിൽ എടുക്കണ്ട. അത് രാജസാറിന് അറിയാം ഇത് ഇയാളുടെ വിഷയത്തിൽ പോകുന്ന സിനിമയാണുള്ളത്. നമ്മൾ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാത്ത രണ്ട് ആർട്ടിസ്റ്റാണ്. മാത്രമല്ല അവിടെ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് അവർ തന്നിട്ടുള്ളത്. ഞാൻ ഹെൽപ്പ് ചെയ്യാം. രാജീവ് സാർ, ഇപ്പോൾ ഈ പലപ്പോഴും മൂവീസ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഓവറായിട്ടുള്ള ഹൈപ്പ് വരാറുണ്ട്. ഇപ്പോൾ അങ്ങനെ വന്നിട്ട് പല മൂവീസും ദാരുണമായ പരാജയമാണ്. നമുക്ക് ഇപ്പോൾ ഈ വന്നിട്ട് റീസെൻ്റ്ലി ആയിട്ട് ഇപ്പോൾ നമുക്ക് കുറേ മൂവീസ് എടുക്കാം. ഇന്ത്യൻ 2 ആയാലും ഗംഗു ആയാലും ഇപ്പോൾ പുഷ്പ ആയാലും അങ്ങനെ ദാരുണമായ പരാജയമാണ് വന്നിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഓവറായിട്ടുള്ള ഹൈപ്പ് നെഗറ്റീവാണോ ശരിക്കും? ഫോർ എക്സാമ്പിൾ എനിക്ക് വേറെ പടത്തെ പറയാൻ പറ്റില്ല, പക്ഷേ ഗരുഡഗമന ഋഷഭവാഹനം ചെയ്യുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ആ ഒരു ടൈഗർ ഡാൻസിൽ ഇത്ര വലിയ ഹൈപ്പ് കിട്ടും. ആ ഒരു പടത്തിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്. അതൊക്കെ എന്താ വേണം അത് ചെയ്തു. ഇപ്പൊ ഗരുഡഗമന ഋഷഭവാഹന പാർട്ട് 2 ചെയ്യുമ്പോൾ എനിക്ക് അറിയും നിങ്ങൾ എന്താ ഇഷ്ടപ്പെട്ടു എൻ്റെ പടത്തിൽ. അപ്പോൾ ടൈഗർ ഡാൻസ്, അപ്പോൾ ഓക്കെ ഐ മേക്ക് 50 ടൈഗേഴ്സ് ടു ഡാൻസ്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, അതേ സെയിം റിപ്പീറ്റ് ചെയ്തു, പക്ഷെ അതിൻ്റെ ഗ്രാൻഡിയർ ആഡ് ചെയ്തു. അങ്ങനത്തെ ഈസിലി ജഡ്ജ് ചെയ്യാൻ പറ്റും. പക്ഷെ മേക്കർക്ക് വി ആർ ലോസ്റ്റ് ഇൻ ദ ഗ്രാൻഡിയർ. മെനി എ ടൈംസ് ദ ഫിലിം ലൂസസ് നോട്ട് ബിക്കോസ് ഓഫ് ദ ഹൈപ്പ്, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഗ്രാൻഡിയർ ഓൾസോ. ഫോർ എക്സാമ്പിൾ, I did my first film in 23 lakhs. Second film had a little more budget. And if you give me 100 crores, building a set is a fun for me, right? Set കാണുമ്പോൾ എനിക്ക് എൻ്റെ തോട്ട്സിൽ പറയും, വാവ് എന്താ ഇത് നല്ല പടം. So the moment I take a phantom camera and take slow motion shots,
I keep on thinking that the film is coming out good, the film is coming out good. But when you pay 150 rupees and go inside the theatre, you will watch the film simply. You are not bothered about the grandeur, you are not bothered about the slow motion shot. You will just see the film and think that, okay, this film is working, but this film is not working. Hype, പിന്നെ നമ്മുടെ ചില സമയത്തിൽ നമ്മുടെ സക്സസ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ, I mean, we try to imitate our own success. I think that becomes a biggest failure in a filmmaker's life, but that is something we need to take care of. ഓക്കെ. അപ്പോൾ സാറിൻ്റെ ഫിലിംസിൽ അതിനൊരു മിക്സഡ് റെസ്പോൺസ് ആണ് വന്നത്. കുറെ ആളുകൾ ഇഷ്ടപ്പെട്ടു, കുറെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ അത് അദ്ദേഹത്തിന് ഒരു 3 ആഴ്ചത്തെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സോ രണ്ടുപേരും ആണ്. സോ ഒരു ഔട്ട് ഓഫ് ബോക്സ് കൺസെപ്റ്റ് ചെയ്യുക, അത് വർക്ക് ആവാണ്ടിരിക്കുക, അതിൽ നിന്ന് വരുന്ന അതിന്റെ ആഫ്റ്റർ മാർക്ക്. ഹൗ യു സീ ദാറ്റ്? I think I would be very happy to discuss about my film, Nyavar Padam Cheyu, Tobi. I think I had a lot of expectation which didn't happen in Karnataka. But Kerala, everybody saw the film and accepted it very easily because of whatever you said, because of the anticipation people had in Karnataka. Kerala, many film goers didn't know who I am. So when they watched Tobi plainly, it was a very simple film and they liked it. And in Karnataka, that was not the case. Sometimes our previous work also will, like, we become ambitious many a times as filmmakers. We want to do better, we want to do great. So sometimes it happens, sometimes it doesn't happen. That's not the problem at all. Lijo is a very inspiring filmmaker who has done fantastic films which the world can watch till the end of time. I don't think one film will actually show his quality. And sometimes it happens, sometimes wrong campaigning might happen. Sometimes we might get over-indulgent, self-indulgent. That can all happen, but we take the lesson and like, okay, noted, sir. We will try to do the best in the future, coming days, that's all. ജിഷ സാർ, ചോദ്യമാണ്. ഞാൻ ടീച്ചർ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ ടീച്ചറിൽ ആകപ്പാടെ 3 പേരെ കാണിച്ചിട്ടുള്ളൂ. രാജ് സാറ്, അപ്പനമ്മ, പിന്നെ ആ ഒരു പപ്പി. പോസ്റ്ററിലായാലും അധികം റിവീൽ ചെയ്യുന്നില്ല. സോ ഒത്തിരി ആൾക്കാരില്ലാതെ കുറച്ച് ക്യാരക്ടറിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണോ രുദ്രൻ? രുദ്രൻ എന്ന സിനിമയ്ക്ക് ആവശ്യമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് ടീച്ചറിലും വേറെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. നിങ്ങളത് ജസ്റ്റ് ഒരു ടീച്ചർ പോലെ കണ്ടുകൊണ്ട് പിടിക്കാൻ പറ്റാത്തായിരിക്കും. പക്ഷെ ഒരു ലിമിറ്റഡ് സ്പേസിൽ പറയുന്ന ഒരു കഥയാണ്. അപ്പോൾ ആ സ്പേസിൽ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ വെച്ചിട്ട് നമ്മുടെ സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു നമ്മളൊരു നെറേറ്റീവ് പറയുമ്പോൾ അത് ട്രാവൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പം അതിൻ്റെ അകത്ത് ആക്ടേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ നേച്ചർ ഉണ്ടാവും, നേച്ചറിന് പോലും ചിലപ്പോൾ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അതിൻ്റെ ഒരു ജേണി കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ട്രെയിലർ വരുമ്പോൾ കുറച്ചുകൂടെ വിസിബിൾ ആവും. ഇന്നൊരു 7 മണി കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്യാരക്ടേഴ്സും കുറച്ചും കൂടെ വലിയൊരു രീതിയിലോട്ടും അത് ട്രാവൽ ചെയ്യുന്ന സിനിമയാണ് മനസ്സിലാവും. ഐ മീൻ കണ്ടന്റ് വൈസും അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ ഇതിൻ്റെ അത് ഞാൻ വിട്ടുപോയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ രാജസാർ അവർമ്മയല്ലാതെ ബാക്കി ചെയ്തിട്ടുള്ള ഒരു 99% ആൾക്കാർ പുതിയ ആൾക്കാരാണ്. അപ്പം ആ പുതിയ ആൾക്കാരെ നമ്മൾ കൊണ്ടുവരുന്നതിലൊരു വല്ലാത്തൊരു ജേണി ഉണ്ടായിരുന്നു. അപ്പം ആ ജേണി അത്ര ഈസി ആയിരുന്നില്ല. അപ്പം നമ്മൾ ആക്ച്വലി എന്ന് വെച്ചാൽ ഇത് പറയുന്ന ഒരു ബോർഡർ സ്പേസിലാണ്. മലയാളം, അതായത് കേരള, കർണാടക, തമിഴ്നാട് ബോർഡർ. ആ ബോർഡർ ഇന്നൊരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ സ്റ്റാമ്പ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കന്നഡയിൽ കണ്ടാലും മലയാളം, നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിൽ കണ്ടാലും നിങ്ങൾക്ക് എന്താ പറയുക, ആ ഒരു സ്ഥലം, ആ ഒരു ടറൈൻ കണക്റ്റാണ്. അപ്പം അങ്ങനത്തെ സ്ഥലത്തേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ടായിരുന്നു. അത് അപ്പം അവൻ്റെ 1-2 മാസത്തെ ഒരു ജേണി ഇതിൻ്റെ പുറകിലുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ടീം ക്രിസായും ജോമോനായും ഈ പറയുന്ന പുതിയ ആൾക്കാരെ കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ വിട്ടുപോയൊരു കാര്യം ഇതിൻ്റെ സൗണ്ടിനെ കുറിച്ചാണ്. സൗണ്ട് ചെയ്തിട്ടുള്ളത് ഗണേഷ് മനാകുന്ന നമ്മുടെ എൻ്റെ ഒക്കെ ഒരു സുഹൃത്ത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സൗഹൃദങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സിനിമയാണ് പറയുന്നത്. അപ്പം രാജസാറിനെ സംബന്ധിച്ചിടത്തോളം രാജസാറിന് ഫസ്റ്റ് പടമാണ്. അപ്പം ഇത് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തൊരു കാര്യമാണ്. ഇത് സിംഗ് സൗണ്ട് ഡിമാൻഡ് ചെയ്യാൻ കാരണം വെച്ചാൽ ഇതിലത്തെ ഒരു ഇമോഷൻസും ഇതിലെ ഒരു മൊമെന്റും നിങ്ങൾക്ക് വീണ്ടും സ്റ്റുഡിയോയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് വീണ്ടും കൊണ്ടുവരാൻ പറ്റില്ല. അത് അപ്പോഴേ കിട്ടും. അപ്പം ആ ഒരു ജോബ് ഗണേശനെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. സാർ, പിന്നെ ഈ ക്യാരക്ടർ ചെയ്യാൻ രാജീവ് ഷെട്ടി ആയിരുന്നു സാറിന്റെ ഫസ്റ്റ് ചോയ്സ്? സാർ മനസ്സിൽ വന്ന ആള് ഈ എഴുതിയപ്പോൾ
അല്ല, ഇതിൻ്റെ ഒരു ജേണി തുടങ്ങുന്നത് ഞാനും എൻ്റെ കോറക്ടർ കിരണും കൂടിയിട്ട് ഞങ്ങൾ ഈ സബ്ജക്റ്റ് ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾ ആദ്യം പറയുന്ന അപർണയുടെ അടുത്താണ്. അങ്ങനെ അപർണയുടെ അടുത്ത് തൃശ്ശൂർ കൂടി ഞങ്ങൾ കഥ പറയുന്നു, കേട്ടപ്പോൾ ചേട്ടൻ നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെയാണ് ആ സിനിമയുടെ ഒരു ജേണി തുടങ്ങുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഓപ്പോസിറ്റ് മാത്യു എന്ന് പറയുന്ന ക്യാരക്ടർ ആര് ചെയ്യാമെന്നുള്ളൊരു ഡിസ്കഷൻ നമ്മുടെ എല്ലാവർക്കും കൂടെ അടുത്തുനിന്ന് നമ്മളുണ്ടായി. ക്രൂ മെമ്പേഴ്സായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആരെ കൊണ്ടുവരാം. അപ്പം നമ്മൾ മലയാളത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ആക്ടേഴ്സ് ഉണ്ടാവും. അവരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നു. പലർക്കും ചിലപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഒരു വിഷയം കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ക്യാരക്ടർ അവർക്ക് കണക്ട് ആയിട്ടുണ്ടാവില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഗംഭീരമായ ഒരു പെർഫോമർ വേണം. നമുക്കവിടെ ഒരു സ്റ്റാർ അല്ല വേണ്ടത്. ഇപ്പോൾ അപർണയും എന്ന് പറയുന്നത് നമ്മളൊരു അപർണ അറിയാം, നമുക്കൊരു പെർഫോമറാണ്. എല്ലാ സ്റ്റാർസും അവർ ഈ ഡിസർവ് സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു പട്ടം ഡിസർവ് ചെയ്യുന്നതിൻ്റെ കാരണം ഒരു പെർഫോമൻസ് പെർഫോമറാണ്. അപ്പം നമ്മൾ അപർണയും ചലഞ്ച് ചെയ്യുന്ന ഒരാളൊക്കെ ആയിരിക്കണം പെർഫോമൻസ് വൈസ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഡിസ്കഷനിൽ നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്. അപ്പം ആ ഫ്രണ്ട് വഴി മിഥുൻ പോകുന്ന മ്യൂസിക് ഡയറക്ടർ നമ്മൾ മുമ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് മിഥുനായിരുന്നു. അപ്പം മിഥുൻ വഴി എനിക്കൊരു കോൺടാക്ട് കിട്ടി. അങ്ങനെ മിഥുനായിട്ട് ഞാൻ സംസാരിച്ചു. മിഥുനാണ് എനിക്ക് രാജ് സാറിനെ കണക്ട് ചെയ്തിരുന്നത്. അങ്ങനെ രാജ് സാറിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു കഥ പറയണം. അപ്പം പുള്ളി എനിക്കൊരു അപ്പോയിൻമെൻറ്റ് മിഥുൻ ത്രൂ എടുത്ത് തന്നു. അങ്ങനെ ഞാൻ പോയി കഥ പറഞ്ഞു. എന്നെ സർപ്രൈസ് ആയിക്കൊണ്ട് രാജ് സാർ യെസ് എന്ന് പറഞ്ഞ ആ മൊമെൻറ്റ് ഇപ്പോഴും വളരെ മെമ്മറബിളാണ്. താങ്ക് യു. രാജീവ് സാർ, മലയാളികൾ കൂടുതലായിട്ട് എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു ഫിലിമാണ് എമ്പുരാൻ. സാർ എത്രത്തോളം എക്സൈറ്റഡ് ആണ് എമ്പുരാനിൽ? ഡെഫിനറ്റ്ലി എക്സൈറ്റഡ്. എനിക്ക് വലിയ സ്റ്റാറുകൾ പടങ്ങൾ ആക്ച്വലി ഐ റിയലി ലവ് ടു വാച്ച് ദ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ദാറ്റ് എക്സ്പീരിയൻസ് ഐ ഗോട്ട് when I watched Turbo. I went to Ragam Theatre. Early morning I wake up here and I went there and sat there and I love to see that. I wish, like, you know, when Emburan releases, I can see in some big theatre in Kerala the first show. Okay. If that happens, I'll be very glad. Nalla experience. Nalla experience. എല്ലാ ഇന്റർവ്യൂവിലും വളരെ ജോവിയലായിട്ടല്ല ഈ ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് ആവുമ്പോഴേ ആ ആക്ടേഴ്സ് നമ്മൾ ഇതുവരെ കാണാത്ത മകൻ കമൽഹാസൻ എഴുതിയത് കൊണ്ട് ആ ക്യാരക്ടർ നമ്മൾ ഇതുവരെ കാണാത്ത ശിവാജി ഗണേശൻ ഉണ്ട്, അല്ലെങ്കിൽ ലൂസിഫറിലെ ലാലേട്ടൻ ഡയറക്ട് ചെയ്തത് പൃഥ്വിരാജ് ആയതുകൊണ്ട് ആക്ടർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ചെയ്യാൻ പറ്റും. സോ എപ്പോഴെങ്കിലും നമുക്കതിനെ അങ്ങനെ പ്രസന്റ് ചെയ്യാം റോ ആയിട്ട് അങ്ങനെ ഇമാജിൻ എങ്ങനെ ചെയ്തിട്ടുണ്ട്? എനിക്ക് നല്ല പേടിയാണ്. Actually, when I get involved with stars, I have that because I come from a non-cinema background. Even like, you know, I don't know how to convince the story. I'm a writer and director, so I do films in my own, like, you know, adjustments that I can do. I don't know whether I'll be able to do with a star. If someday, if I'm able, if I know, okay, if I know, I might try to. Till now, that thought also doesn't come. I know that. പക്ഷെ എനിക്ക് പേടിയാണ്. എനിക്കറിയില്ല ലിജോ how well equipped he is with the stars and everything. I don't know. Like, I don't even. I see human beings like, you know, everybody is equal. That kind of a person. Like, you know, if he is a new actor or star actor, I don't know how to differentiate also. Because I come from a non-cinema background. So the moment I bring any actor who has, you know, great body of work, I don't know maybe how to be, I don't know, maybe I don't know. So if I learn that somehow, if I have that skill someday, I might try to. Till then, like, you know, that thought doesn't come to my head. ടീച്ചർ സിനിമയിൽ ടീച്ചർ ഒരു പ്രധാന കഥാപാത്രമായിട്ടാണ് വരുന്നത്. അപ്പൊ എനിക്ക് ടീച്ചർ ഇതിന് പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ തേനീച്ചയുടെ ഒരു ഇത് കണ്ടു. അപ്പം ഇതിൽ തേനീച്ച ഒരു പ്രധാന കഥാപാത്രമാണ്. മെയിൻ ക്യാരക്ടർ അല്ല, ബട്ട് അതിനകത്തൊരു ആംബിയൻസ് മാത്യു എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ സറൗണ്ടിങ്സിൽ ഈ പറയുന്ന അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അവരുടെ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഒരു ക്യാരക്ടറായിട്ടല്ല ഞാൻ പറഞ്ഞു, ബട്ട് ദേ ആർ ഇന്റർ കണക്റ്റഡ്. പ്രധാന കഥാപാത്രങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി. തേനീച്ചക്ക് ഇതിലൊരു ഇതുണ്ടോ ശരിക്കും? അത് ഞാൻ പറഞ്ഞത്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിന്റെ ഈ കഥ നടക്കുന്ന സ്ഥലം, അതിന്റെ ടെറൈൻ, നേച്ചർ, അവിടെ ഇതെല്ലാം ഓൾ ആർ ഇന്റർ കണക്റ്റഡ്. അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. ഡയറക്ടർ സാറിനോടാണ് ഇവിടെ
അത് ഈ നമ്മുടെ സംസ്കൃതത്തിൽ ഇത് രുദ്ര എന്ന് പറഞ്ഞാൽ ബ്ലാക്കിഷ് ബ്ലൂ ബ്ലഡിനെ കുറിച്ചാണ് പറയുന്നത് സംസ്കൃതം. അപ്പൊ ഈ ഒരു കഥ എഴുതുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ടാണോ കാരണം ഓൾറെഡി പറഞ്ഞു ഇങ്ങനെ ഒരു ജേർണി ഇങ്ങനെ അതിനു വേണ്ടി അല്ല ഇങ്ങനെ എഴുതിയെന്ന് വെച്ചു, സ്റ്റണ്ടിന് വേണ്ടി അല്ല കഥ എഴുതിയപ്പോൾ എന്ന് പറഞ്ഞത്. അപ്പൊ അത് ഈ ഒരു സംസ്കൃതം രുദ്ര എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് ശരിക്കും ഒരു കഥയിലോട്ട് ആ ഒരു ടൈറ്റിൽ വേണം രുദ്രം എന്ന് പറയുന്ന നെയിം വേണമെന്ന് എപ്പോഴാണ് ചിന്തിച്ചത്? ഇതിൻ്റെ ഒരു നമ്മളൊരു സബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഇതിൻ്റെ ഒരു ക്യാപ്ഷനായിട്ട് നമ്മൾ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള ഒരു സാധനം ദി ആക്ട്സ് ഫോർ ദിസ് ബട്ട് ദ ക്രിയേറ്റ് യൂണിവേഴ്സ്. അപ്പം ഞാൻ ആദ്യം ഇതിന് മുമ്പ് നമ്മളൊരു സിനിമ എല്ലാം ഡെബ്യൂ ഫിലിം ആദ്യം ആലോചിക്കുന്ന സിനിമ തന്നെ സംഭവിക്കണമെന്നില്ല. അപ്പം നമ്മളതിന് മുമ്പ് ഈ ക്യാപ്ഷൻ എന്നെ ഭയങ്കരമായിട്ട് ബുക്ക് ചെയ്തിരുന്നു. നമ്മൾ മുന്നൊരു സിനിമയ്ക്ക് വേണ്ടി ആലോചിച്ചായിരുന്നു. അപ്പം ഇതൊരു ആഫ്രിക്കൻ പ്രോവർബാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രൈമറി തോട്ട് ഉണ്ടായ സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ കഥ ലോക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ക്യാപ്ഷൻ നമ്മൾ ഭയങ്കരമായിട്ട് ബുക്ക് ചെയ്തു. അപ്പോൾ ഈ ക്യാപ്ഷനും കൂടിയാണ് നമ്മൾ പിന്നെ ട്രാവൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ രണ്ട് പേരിലും ആരാണ് ആക്സ് ആരാണ് ട്രെയിനർ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഇവരിൽ ആരുമാണ് അത് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതിനപ്പുറം നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, റേസിസം ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെ ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, എല്ലാ രീതിയിലുള്ള കാഴ്ചകൾ നമ്മൾ കാണും. പക്ഷെ നമ്മളെയൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ഫാക്ടർ ഉണ്ട്, അത് നിങ്ങളുടെയും വേണ്ടി കളർ ബ്ലഡ് ആണെന്നുള്ളത്. ആ പൊളിറ്റിക്സ് ആണ് നമ്മൾ പറയുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപർണ ചേച്ചി, ഇപ്പോൾ ഇതിലെ ആക്ഷൻ അല്ല ഓക്കെ അപർണ ചേച്ചി ഇതിലെ ആക്ഷൻ സീക്വൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ ഇതിലെ ആക്ഷൻ സീക്വൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇതേപോലെ ആക്ഷൻ സീക്വൻസ് സാധ്യതയുള്ള ഒരു ഫിലിമാണ് കാപ്പ് 2. അപ്പോൾ അതിൽ എത്രത്തോളം എക്സൈറ്റഡ് ആണ്? അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ കാപ്പ് 2? അല്ല അന്ന് എന്താണ് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതിന് അങ്ങനെ ഒരു സിനിമ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടോന്ന് പോലും അറിയില്ല. ഈ പറഞ്ഞ പോലെ ആക്ഷൻ എനിക്ക് ചെയ്യാൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനിയും ഈ പറഞ്ഞ മാതിരി അങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജ് സിനിമ കിട്ടുവാണെങ്കിലും ഞാൻ ചെയ്യും. പക്ഷേ പെർട്ടിക്കുലർ സിനിമയെ പറ്റിയിട്ട് എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു ഡിസ്കഷൻ ആദ്യം കമ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല അങ്ങനെ സിനിമ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അന്ന് അറിയില്ല എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതും. ഓക്കെ, മലയാളത്തിൽ ആക്ഷൻ ചെയ്യുന്ന നടിമാർ ഭയങ്കര വിരളമാണ്. ഇപ്പോൾ പണ്ട് കാലത്ത് ഈ വാണി വിശ്വനാഥ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കാലത്ത് നമുക്ക് ചുരുക്കം ഇപ്പോൾ കുറച്ച് പേരെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇത് മുന്നോട്ടുള്ള പ്ലാനുണ്ട് ഇതേപോലത്തെ വന്നാൽ ഭയങ്കരമായിട്ടുള്ള ആക്ഷൻസ്. വാണി വിശ്വനാഥ് ചെയ്യുന്ന ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് 90s കിഡ്സിൻ്റെ ഒക്കെ വേറെ ലെവല് സാധനമായിരുന്നു. ഇപ്പോൾ അതേപോലത്തെ സാധനമൊക്കെ വന്നാൽ ചെയ്യാൻ സാധിക്കുമോ? എനിക്ക് തോന്നുന്നു ആരും ഒരുപാട് പേർക്ക് ഈ ചെയ്ത് നോക്കാത്ത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് കിട്ടാത്തതുകൊണ്ടായിരിക്കും ഒരുപാട് പേരെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ ദർശനാണെങ്കിലും എല്ലാവരും ഇപ്പോൾ ചെയ്തപ്പോൾ റൈഫിൾ ക്ലബ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടാവുമെന്ന്. അപ്പം ഡെഫിനറ്റ്ലി അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ ഇപ്പോൾ നല്ലോണം വരുന്നുണ്ട്. ആൻഡ് ഐ ഹോപ്പ് എ ലോട്ട് ഓഫ് പീപ്പിൾ സ്റ്റാർട്ട് എന്താ പറയുക ഇങ്ങനത്തെ ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രോസസ്സായിരുന്നു. ഈ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ആണെങ്കിലും ഇത് എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നതാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരുപാട് പടങ്ങൾ ഇനി വരുന്നുമുണ്ട്. ഈ പറഞ്ഞ മാതിരി ഒരുപാട് പേര് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും സ്റ്റണ്ട് സീക്വൻസുകൾ ചെയ്യുന്നത്. കന്നഡയിലാണോ സ്റ്റാർട്ടിങ് ചെയ്തത്? അപ്പം മലയാളത്തിലേക്ക് വരുമ്പോൾ ആദ്യം വില്ലൻ വേഷമായി വന്നു. അപ്പം ഓളോഫ്സാൻ സാറിനൊരു ഹീറോ വേഷം മലയാളം ഇൻഡസ്ട്രി വരുമ്പോൾ how do you feel about that story കേട്ട സമയത്ത്? ഫസ്റ്റ് ആക്ച്വലി ഞാൻ സ്റ്റോറി കേട്ടത് സോ I was the protagonist. The story revolves around these two characters. So പിന്നെ എനിക്ക് ആക്ച്വലി വില്ലൻ വേഷം വരുമ്പോൾ I didn't feel anything when this role come. Only thing was I'm acting in a Malayalam film. ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷെ അത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് റോൾ വന്നിട്ടില്ല. വില്ലൻ വേഷം വരുമ്പോൾ ഓക്കെ എനിക്കിത് ചെയ്യാൻ പറ്റും. അതുവരെ ഞാൻ അത്ര വലിയ കമേഴ്ഷ്യൽ സെറ്റപ്പിൽ വില്ലൻ ചെയ്തിട്ടില്ല, ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ വില്ലൻ ചെയ്തിട്ടില്ല. അതൊക്കെ ഒരു വേറെ സ്കിൽ സെറ്റ്സ് ഉണ്ട്. അത് എൻ്റെ അടുത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ട്രൈ ചെയ്യാൻ പറ്റും. സോ പൊട്ടിയാൽ ആക്ച്വലി ഡയറക്ടർ ആക്ച്വലി കറക്ഷൻ ചെയ്യും. എനിക്ക് if I didn't work as an actor, then I realized that okay, I don't, but I prepared myself as much as possible. And
Fortunately, director had so much trust when I did that negative role. I prepared a lot there. Here, I think I focused a lot on language because this was my first film, so I had to learn the language. When I did Turbo, my Malayalam was a little better actually then. But yeah, whenever a role comes, it's about every role actually for that matter. Well, I really think I'm not a good actor, so I need to prepare a lot or I need to think a lot because I will think that okay, I'm not a good actor. Everybody thinks I'm a good actor. So this time also I need to fool them. That's how I think actually every time I approach a character. I'll try my best because otherwise you might realize I'm a bad actor. That's what will be running in my head. That's all. ഇനി ഒരു 2 ചോദ്യത്തോടെ നമുക്ക് പ്രസംഗിച്ച് അവസാനിപ്പിക്കാം. 2 ചോദ്യങ്ങൾ. Yeah, I think it was my luck and ഭാഗ്യമാണ് അവരുടെ അടുത്ത് ആക്ടിങ് ചെയ്തത്. I have acted how he prepares for every character. അവരുടെ ചില ക്യാരക്ടേഴ്സുകളെ എടുത്തിട്ട് ഞാൻ ചോദിച്ചു എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്തു. അവരുടെ പ്രിപ്പറേഷൻ അവരുടെ ഒരു അപ്രോച്ച് ഉണ്ട്. 2 അപ്രോച്ച് ഉണ്ട്. ഒരു ഫിസിക്കൽ അപ്രോച്ച്, then they approach the emotion, or emotional approach which is a natural approach, then they go to the physicality of it. I think Mammootty sir is very thinking actor. He has a lot of thoughts when he approaches a character. So when he told so many things, I was very happy. I don't know whether I'm capable enough to implement that in my films, but let me try. Thank you. നിങ്ങൾ ഈ മീഡിയത്തിന് ആർട്ടിന് അത്രയും പാഷനേറ്റ് ആയിട്ട് കാണുന്നതാണ്. പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ടി, കഥാപാത്രത്തിന് വേണ്ടി സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്ത ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളൊരു ബോഡി പാർട്ട് വന്നത് അത് ചർച്ചയാവുന്നത് അങ്ങനത്തെ സീൻസ്, അതായത് ബോൾഡ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു എഡ്ജ് പുഷ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ റിലക്റ്റ് ആക്കുന്നുണ്ടോ, നിങ്ങളെ തടയുന്നുണ്ടോ, നിങ്ങൾക്ക് ഉള്ളിൽ വിഷമം വരുന്നത് ഇങ്ങനത്തെ സംഭവങ്ങൾ? ചില സമയത്ത് നമ്മൾ ചെയ്യുന്നതിന്റെ പേർപ്പസ് മനസ്സിലാവാണ്ട് വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷമം വരും. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് സിനിമയാണ്, ആ ആർട്ടിനെയാണ്. അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ ഒരു സീക്വൻസ് വരുവാണെങ്കിൽ നമ്മൾ ഹൗ മച്ച് ദാറ്റ് മീൻസ് ടു അസ്, അല്ലെങ്കിൽ ആ സിനിമ എത്രത്തോളം നമുക്ക് നമ്മുടെ ലൈഫിന്. ഇപ്പം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, വെൻ ഐ ലുക്ക് ബാക്ക്, എനിക്ക് എൻ്റെ കരിയറിൽ പറയാൻ പ്രൗഡായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫിലിംസ് ഉണ്ടാവണം. അപ്പം അങ്ങനത്തെ ഒരു ഫിലിമാണ്, അങ്ങനത്തെ ഒരു സീക്വൻസ് ആയിട്ട് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഡെഫിനറ്റ്ലി ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ മാതിരി നമുക്ക് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് സിനിമ, വൈ ആർ യു ആൻ ആക്ടർ. ഐ ഫേസ്ഡ് ഇറ്റ്, ലൈക്ക് കുറേ തവണ എന്തുകൊണ്ട് ആക്ടിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറേ പേര് ഈ ഒരു പ്രൊഫഷനെ വളരെ ഒരു ഡീഗ്രേഡ് ചെയ്ത് കാണുന്ന പല അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ അമ്മയുടെ അടുത്ത് ഒരാൾ ചോദിക്കുക, അയ്യോ മോൾ ഒറ്റയ്ക്കാണോ ഷൂട്ടിന് പോകുന്നത്? അപ്പം അമ്മ ചോദിച്ചു, നിങ്ങളുടെ മക്കളുടെ ഓഫീസിൽ പോയി ഡെയിലി ഇരിക്കാറുണ്ട്? ഇല്ലല്ലോ, എൻ്റെ മോള് ജോലി ചെയ്യാൻ പോവുകയാണ്. അപ്പം പിന്നെ അവളുടെ കൂടെ ഞാൻ എപ്പോഴും പോകേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ ആസ് ദാറ്റ്. നമ്മുടെ ജോലിയാണിത്. അപ്പോൾ ഇത് മനസ്സിലാവാത്ത കുറേ പേരുണ്ട്. അപ്പം എനിക്കിപ്പോഴും ഒരു വ്യക്തമായിട്ടുള്ള ആൻസർ കൊടുക്കാൻ പറ്റിയിട്ടില്ല, വൈ എം ഐ ആൻ ആക്ടർ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ പ്രൊഫഷനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് അത് പലർക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ ഐ എം വെരി പ്രൗഡ് ദറ്റ് ഐ ആം വൺ. അത് എല്ലാവർക്കും കിട്ടുന്നൊരു അവസരമല്ല. അതിൽ ആ ഒരു ജേർണിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ യു ഗോ ത്രൂ ലോട്ട് ഓഫ് തിങ്സ്. അങ്ങനെ വരുന്നൊരു ഭാഗമാണ് സിനിമ. അപ്പം ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ വൾഗറായിട്ട് പിക്ചറൈസ് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല അവർ ജീവിതത്തിൽ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ആയിട്ട് ഒന്നും ചിന്തിക്കുന്നില്ല. അത് ഈ ഒരു കാര്യം, അത് നമ്മൾ ഇടുന്നൊരു ഡ്രസ്സാണെങ്കിൽ പോലും, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് വന്നിട്ട് നമ്മുടെ ഡ്രസ്സ് ഏതെങ്കിലും ഒരു ഡ്രസ്സാണെങ്കിൽ പോലും അതിൽ മാക്സിമം എങ്ങനെ വൾഗറാക്കി കാണിക്കാൻ പറ്റുമോ എന്ന് അത് മാത്രം എടുത്ത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയില് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഇവരൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൽ നമുക്ക് മാക്സിമം നല്ലത് എന്നുള്ളത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം മീഡിയ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ മീഡിയ ഇൻട്രാക്ഷൻസ് വരുമ്പോൾ നോട്ട് ഓൾ ക്വസ്റ്റ്യൻസ് ആർ ഫേവറബിൾ, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. പക്ഷെ നല്ല ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അത്രയും സന്തോഷം വരും. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മീഡിയ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ളത്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഒരു പോയിന്റിലെത്തും, ചൂസ് ചെയ്യണം എന്നുള്ളൊരു പോയിന്റിലെത്തും. അപ്പം ഐ തിങ്ക്
പോയിന്റ് കഴിഞ്ഞാൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ. വി കൻ നോട്ട് ഷട്ട് എവ്രി വൺസ് മൗത്ത്. ലൈക്ക് ഐ ഓൾവേസ് സേ, ഇന്റർനെറ്റ് ഇസ് എ ഡിഫറെൻറ്റ് വേൾഡ് ഓൾ ടുഗെദർ. നമുക്ക് നമ്മുടെ കയ്യിലേ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു, എന്തൊക്കെ പറയുന്നു എന്നുള്ളതിൻ്റെ പിറകെ ചെല്ലാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പോലും പറ്റുന്നു. അപ്പോൾ ഐ തിങ്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മളെല്ലാ ആക്ടേഴ്സും അതിനെ എടുക്കുന്നത്. ഐ എം വെരി പ്രൗഡ്. ക്യാൻസൽ പോയപ്പോഴും ഇവർക്ക് കിട്ടിയൊരു റിസെപ്ഷൻ എന്നത് ചെറിയൊരു കാര്യമില്ല. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അപ്പം ഈ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഇതുപോലത്തെ കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. യു കെ നോട്ട് തിങ്ക് ഓഫ് എ പ്ലാറ്റ്ഫോം ലൈക്ക് ദാറ്റ്. ഇത്രയും അപ്പോൾ ഐ എം വെരി പ്രൗഡ് ഓഫ് ദം. ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഐ വാസ് വെരി പ്രൗഡ് വെൻ സൂക്ഷ്മദർശിനി ആൻഡ് ഹലോ മമ്മി റിലീസ് ടുഗെദർ. ആൻഡ് രണ്ടും ഭയങ്കര അടിപൊളിയായിട്ട് തിയേറ്ററിൽ വന്നു. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര പ്രൗഡായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഐ തിങ്ക് എന്താ പറയുക, എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല. കിട്ടാണ്ട് വരുമ്പോഴായിരിക്കും ചിലവർ പറയും കിട്ടാതെ ഒത്തിരി വിളിക്കുന്നത്. കിട്ടാണ്ട് വരുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ എടുത്തൊക്കെ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ഈ കിഷ്കിന്ധ കണ്ട് ഇറങ്ങിയതിന് ശേഷം നല്ല രീതിയിലുള്ള ഒരു റിസപ്ഷനാണ് മൂവിക്ക് കിട്ടിയിരിക്കുന്നത്. വൺസിനെ ടെക്കേഡ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അപർണയ്ക്ക് അതിനുശേഷമുള്ള ഓഡിയൻസിന്റെ സൈഡിൽ നിന്നുള്ള ഒരു റിസപ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അതേപോലെ രുതിരം നമുക്ക് അത്തരത്തിലുള്ള ഒരു വൺസിനെ ടെക്കേഡ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു പടം പ്രതീക്ഷിക്കുകയാണ്. കിഷ്കിന്ധ ഭയങ്കര സന്തോഷം തരുന്ന ഒരു ഫിലിമാണ്. ആലോചിക്കും, ബിക്കോസ് ടു ബി എ പാർട്ട് ഓഫ് എ ഫിലിം ലൈക്ക് ദാറ്റ് എപ്പോഴും കിട്ടുന്ന ഒരു അവസരമല്ല. രുതിരവും ഈ പറഞ്ഞ മാതിരി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ മ്യൂസിക് തൊട്ട് ഓരോ കാര്യങ്ങളും ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. അപ്പം ആസ് എൻ ആക്ടർ ഐ എം വെരി പ്രൗഡ് ദറ്റ് ഐ എം പാർട്ട് ഓഫ് ഓൾ ദീസ് ഫിലിംസ്. കിഷ്കിന്ധാകാണ്ടാണെങ്കിലും രുതിരമാണെങ്കിലും ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് ഈ രണ്ട് സിനിമയുടെ ഭാഗമാകുന്നത്. ഒരുപാട് സിനിമ ചെയ്തിരുന്നു. സാർ സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലേ? അപ്പോൾ ഇപ്പോൾ ടർബോ ആയാലും ഏത് പടമായാലും ഇപ്പോൾ ഒരു ക്യാരക്ടർ കൊടുക്കാൻ, ഇപ്പോൾ അഭിനയിച്ച് കഴിയുമ്പോൾ ക്യാരക്ടർ കൊടുക്കാൻ ഇൻപുട്ട് വേണം. അപ്പോൾ സാർ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ ആ ഇൻപുട്ട് കൊടുത്തത് ഓക്കെ ആയോ എന്ന് തോന്നാറുണ്ട്. അതായത് ഇനിയും കൊടുക്കാമായിരുന്നു എന്നൊരു തോന്നല്. So whenever I go to a set and if I am not 100%, I don't think I'll walk out of that shot. അതുപോയാൽ I don't think I'll be able to excuse myself. So ഇപ്പോൾ ഇവരുടെ ഷൂട്ട് ഇപ്പോൾ ഇവരുടെ ഷൂട്ടിൽ എൻ്റെ 100% എനിക്ക് കൊടുക്കും. Whatever I have, I need to give my 100%. Otherwise I'm not doing enough justice to the price the audience pays for his ticket. It might look wrong, look bad, അത് വേറെ. പക്ഷെ എൻ്റെ ഉള്ളിൽ അത് after I watch I should have done better. I don't think അത് I need to after 5 years I might think I could have done better, but ആ 5 years എക്സ്പീരിയൻസിൽ ആ ഐഡിയ വന്നു. പക്ഷെ ആ മൊമെന്റിൽ എനിക്ക് അത്ര മാത്രമേ അറിയത്തുള്ളൂ. So I know only that much. Whatever I have, I give the 100%. As I said, I don't think I'm a good actor. I think I'm a bad actor. So I need to do the very best so that people don't realize. So I try to do the very best. That's all. Thank you everyone. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി.